ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ടിൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് നന്നായി പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയുള്ള എക്സാംസിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കേരള മന്ത്രിസഭയുടെ ക്ലാസ് പ്രത്യേകം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് മന്ത്രിമാരെയൊന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. എല്ലാവരും മാക്സിമം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. കേരളത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ഡോക്ടർ എ കൗശികൻ. കേരളത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആരാണ്? ഡോക്ടർ എ കൗശികൻ. ഡോക്ടർ എ കൗശികനാണ് കേരളത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത്. കേരളത്തിൻ്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു. കേരളത്തിൻ്റെ പുതിയ അഡ്വക്കേറ്റ് ജനറലാണ് ജാജു ബാബു. ജാജു ബാബു ആണ് കേരളത്തിൻ്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി ആസഫ് അലി. കേരളത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ടി ആസഫ് അലി. ടി ആസഫ് അലിയാണ് കേരളത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ഡോക്ടർ എ കൗശികൻ. കേരളത്തിൻ്റെ പുതിയ അഡ്വക്കേറ്റ് ജനറലാണ് ജാജു ബാബു. കേരളത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ടി ആസഫ് അലി. 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം തൊടുപുഴ. 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പാണ് അബു ജോൺ ജോസഫ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം തൊടുപുഴ. അബു ജോൺ ജോസഫാണ് 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ചോദിച്ചാൽ തൊടുപുഴ. 16ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ജി സുധാകരൻ. മണ്ഡലം അമ്പലപ്പുഴ. 16ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറാണ് ജി സുധാകരൻ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം അമ്പലപ്പുഴ. ജി സുധാകരനാണ് 16ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം അമ്പലപ്പുഴ. 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മണ്ഡലം കോട്ടയം. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മണ്ഡലം കോട്ടയം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കോട്ടയം. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. മണ്ഡലം അരൂർ. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. മണ്ഡലം അരൂർ. ഷാനിമോൾ ഉസ്മാനാണ് 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ചോദിച്ചാൽ അരൂർ. അപ്പോൾ 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പാണ് അബു ജോൺ ജോസഫ്. മണ്ഡലം തൊടുപുഴ. 16ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറാണ് ജി സുധാകരൻ. മണ്ഡലം അമ്പലപ്പുഴ. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മണ്ഡലം കോട്ടയം. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. മണ്ഡലം അരൂർ. 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മണ്ഡലം ധർമ്മടം. 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മണ്ഡലം ധർമ്മടം. പിണറായി വിജയനാണ് 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ് ധർമ്മടം. സംസ്ഥാനത്തെ പുതിയ എക്സൈസ് കമ്മീഷണർ വി ശ്രീറാം സാംബശിവ റാവു. സംസ്ഥാനത്തെ പുതിയ എക്സൈസ് കമ്മീഷണറാണ് വി ശ്രീറാം സാംബശിവ റാവു. വി ശ്രീറാം സാംബശിവ റാവു ആണ് സംസ്ഥാനത്തെ പുതിയ എക്സൈസ് കമ്മീഷണർ. കർണാടക സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. കർണാടക സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ഡി കെ ശിവകുമാറാണ് കർണാടക സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി. അപ്പോൾ 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ധർമ്മടം. സംസ്ഥാനത്തെ പുതിയ എക്സൈസ് കമ്മീഷണറാണ് വി ശ്രീറാം സാംബശിവ റാവു. കർണാടക സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ഡി കെ ശിവകുമാർ. ബീഹാറിൻ്റെ 24ാമത് മുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി. ബീഹാറിൻ്റെ 24ാമത് മുഖ്യമന്ത്രിയാണ് സാമ്രാട്ട് ചൗധരി. സാമ്രാട്ട് ചൗധരിയാണ് ബീഹാറിൻ്റെ 24ാമത് മുഖ്യമന്ത്രി. ബീഹാറിൻ്റെ പുതിയ ഗവർണറായി ചുമതലയേറ്റത് സയ്യിദ് അറ്റ ഹസ്നൈൻ. ബീഹാറിൻ്റെ പുതിയ ഗവർണറായി ചുമതലയേറ്റത് സയ്യിദ് അറ്റ ഹസ്നൈൻ.
സയ്യിദ് അറ്റ ഹസ്നൈൻ ആണ് ബീഹാറിന്റെ പുതിയ ഗവർണർ. വെസ്റ്റ് ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. വെസ്റ്റ് ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. സുവേന്ദു അധികാരിയാണ് വെസ്റ്റ് ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി. വെസ്റ്റ് ബംഗാളിന്റെ പുതിയ ഗവർണറായി ചുമതലയേറ്റത് RN രവി. വെസ്റ്റ് ബംഗാളിന്റെ പുതിയ ഗവർണറായി ചുമതലയേറ്റത് RN രവി. RN രവിയാണ് വെസ്റ്റ് ബംഗാളിന്റെ പുതിയ ഗവർണറായി ചുമതലയേറ്റത്. അപ്പോൾ ബീഹാറിന്റെ 24ാമത് മുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി, ബീഹാറിന്റെ പുതിയ ഗവർണറായി ചുമതലയേറ്റത് സയ്യിദ് അറ്റ ഹസ്നൈൻ. വെസ്റ്റ് ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. വെസ്റ്റ് ബംഗാളിന്റെ പുതിയ ഗവർണറായി ചുമതലയേറ്റത് RN രവി. ഡൽഹിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റത് തരൺജിത് സിംഗ് സന്ധു. ഡൽഹിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റത് തരൺജിത് സിംഗ് സന്ധു. തരൺജിത് സിംഗ് സന്ധു ആണ് ഡൽഹിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റത്. പുതുച്ചേരിയുടെ നിലവിലെ മുഖ്യമന്ത്രി N രംഗസ്വാമി. പുതുച്ചേരിയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് N രംഗസ്വാമി. N രംഗസ്വാമിയാണ് പുതുച്ചേരിയുടെ നിലവിലെ മുഖ്യമന്ത്രി. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി C ജോസഫ് വിജയ്. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി C ജോസഫ് വിജയ്. C ജോസഫ് വിജയ് ആണ് തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി. തമിഴ്നാടിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. തമിഴ്നാടിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് തമിഴ്നാടിന്റെ പുതിയ ഗവർണർ. അസാമിന്റെ പുതിയ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അസാമിന്റെ പുതിയ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഹിമന്ത ബിശ്വ ശർമ്മയാണ് അസാമിന്റെ പുതിയ മുഖ്യമന്ത്രി. അപ്പോൾ ഡൽഹിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റത് തരൺജിത് സിംഗ് സന്ധു. പുതുച്ചേരിയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് N രംഗസ്വാമി. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് C ജോസഫ് വിജയ്. തമിഴ്നാടിന്റെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ആസാമിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ അഥവാ വടശ്ശേരി ദാമോദരൻ സതീശൻ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് VD സതീശൻ അഥവാ വടശ്ശേരി ദാമോദരൻ സതീശൻ. VD സതീശൻ അഥവാ വടശ്ശേരി ദാമോദരൻ സതീശനാണ് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. അപ്പോൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, VD സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഏതാണ്? ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്. അപ്പോൾ ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യുക. കേരളത്തിന്റെ നിലവിലെ ഗവർണർ. കേരളത്തിന്റെ നിലവിലെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരളത്തിന്റെ നിലവിലെ ഗവർണർ. ഇന്ത്യയുടെ 3ാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിതനായത് ജനറൽ NS രാജസുബ്രഹ്മണി. ഇന്ത്യയുടെ 3ാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിതനായത് ജനറൽ NS രാജസുബ്രഹ്മണി. ജനറൽ NS രാജസുബ്രഹ്മണിയാണ് ഇന്ത്യയുടെ 3ാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിതനായത്. അപ്പോൾ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ അഥവാ വടശ്ശേരി ദാമോദരൻ സതീശൻ. കേരളത്തിന്റെ നിലവിലെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇന്ത്യയുടെ 3ാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിതനായത് ജനറൽ NS രാജസുബ്രഹ്മണി. ആൻഡമാൻ നിക്കോബാർ കമാൻഡിന്റെ കമാൻഡർ ഇൻ ചീഫായി ചുമതലയേറ്റത് അഡ്മിറൽ വിനീത് മക്കാർത്തി. ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡിന്റെ കമാൻഡർ ഇൻ ചീഫായി ചുമതലയേറ്റത് അഡ്മിറൽ വിനീത് മക്കാർത്തി. അഡ്മിറൽ വിനീത് മക്കാർത്തിയാണ് ആൻഡമാൻ നിക്കോബാർ കമാൻഡിന്റെ കമാൻഡർ ഇൻ ചീഫായി ചുമതലയേറ്റത്. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാനാണ് അശോക് കുമാർ ലാഹിരി. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ. നീതി ആയോഗിന്റെ താൽക്കാലിക CEO ആയി ചുമതലയേറ്റത് നിധി ചിബ്ബർ. നീതി ആയോഗിന്റെ താൽക്കാലിക CEO ആയി ചുമതലയേറ്റത് നിധി ചിബ്ബർ. നിധി ചിബ്ബർ ആണ് നീതി ആയോഗിന്റെ താൽക്കാലിക CEO ആയി ചുമതലയേറ്റത്. അപ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡിന്റെ കമാൻഡർ ഇൻ ചീഫായി ചുമതലയേറ്റത് അഡ്മിറൽ വിനീത് മക്കാർത്തി. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാനാണ് അശോക് കുമാർ ലാഹിരി.
നീതി ആയോഗിന്റെ താൽക്കാലിക സിഇഒ ആയി ചുമതലയേറ്റത് നിധി ചിബ്ബർ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മാക്സിമം പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സിൽ തന്നെ ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായി തന്നെ പഠിക്കുക. അതുപോലെ നേരത്തെ പഠിച്ച കറണ്ട് അഫയേഴ്സൊക്കെ എക്സാമിന് മുമ്പ് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇത് പദവികളാണ്. എപ്പോൾ വേണമെങ്കിലും ഇതിൽ മാറ്റം വരാവുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്